അപ്പം ഇന്നലെ നമ്മുടെ അർണേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതിപ്പം ഞാൻ കണ്ടു. എനിക്കിവരെ പോലെ ഒളിച്ചും പാത്തു നിന്ന് കാണുന്ന ശീലമൊന്നുമില്ല. നിന്റെ മറ്റോള് പറയുന്നില്ലേ ഹണി ട്രാപ്പ് ഉടായ്പ്, എന്താ അവൾ പറയുന്നത്, വീഡിയോ ഞാൻ കാണാറില്ല, ഒരു കഷ്ണം മാത്രം അരുണേട്ടൻ വായിച്ചു കൊടുത്തപ്പോൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി അങ്ങ് മറക്കുന്നില്ലേ. തള്ളലോട് തള്ളല് അങ്ങനെയൊന്നല്ല. ഞാൻ കണ്ടെങ്കിൽ ഞാൻ കണ്ടെന്ന് പറയും. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് കാണുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇനിയും ഫോളോ ചെയ്യും. ഡങ്കിടക്ക് 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 എന്ത് ചെയ്യും? അപ്പം നിൻ്റെ പരാതിയും അത് തന്നെയാണല്ലോ, ഉടായ്പ കുറച്ച് സ്ത്രീകൾ നിരന്തരം ഫോളോ ചെയ്യുന്നെന്ന്. ഫോളോ ചെയ്യുമടി, ചെയ്യും. കാരണം നിന്നെ എട്ടം വലം തിരിയാൻ സമ്മതിക്കാത്ത രീതിയിൽ ഫോളോ ചെയ്യും, മനസ്സിലായില്ലേ? നിൻ്റെ ഏറ്റവും വലിയ ഇറിറ്റേഷൻ അത് തന്നെയാണ്, ഞങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. മോളെ, നിന്നെ എവിടേക്കും തിരിയാൻ ഞങ്ങൾ വിടൂല്ല. കാരണം എന്താണെന്നറിയോ? മോള് ചെയ്യുന്ന ഉടായ്പകൾ എന്തൊക്കെയാണെന്ന് അമ്മച്ചിമാർക്ക് അറിയണ്ടേ. മോളങ്ങനെ ഒരു പ്രായം തികയാത്ത ഒരു കുഞ്ഞായിട്ട് അങ്ങനെ പാവാടി എടുത്ത് നടന്ന് വിലസുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് അമ്മച്ചിമാർക്ക് നോക്കണ്ടേ. പിന്നെ ഉടായ്പിനോട് എനിക്ക് പറയാനുള്ളത്, പണ്ട് നീ എന്തൊക്കെയോ ചെയ്ത് നിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ജീവിച്ചു. പക്ഷേ ഇനി അങ്ങനെയല്ല. നിന്നെ നോക്കാൻ 3-4-5-6 അമ്മച്ചിമാരുണ്ട്. അതുകൊണ്ട് അമ്മച്ചിമാരുടെ ജോലി കൃത്യമായിട്ട് അങ്ങ് നടത്തും. അപ്പോൾ പ്രായം തികയാത്ത മോളായ നിനക്ക് പ്രായമാവില്ലല്ലോ. നീ എത്ര കിടന്ന് തുള്ളിക്കളിച്ചാലും നിനക്ക് പ്രായമാവില്ല. അമ്മച്ചിമാർക്ക് മാത്രമേ പ്രായമാവുള്ളൂ. ഈ പ്രായപൂർത്തിയാവാത്ത ഈ ഉടായ്പ് ഹണി ട്രാപ്പിനെ നോക്കേണ്ട ചുമതല ഇത്രയും അമ്മച്ചിമാർക്കില്ലേ? അപ്പം അതിന് നീ ഇങ്ങനെ വിമ്മിട്ടപ്പെട്ടാലോ? അരുണേട്ട, ആദ്യം തന്നെ ഉച്ചാരണം എന്താണെന്ന് പഠിക്കുക. അതായത് കേസിൻ്റെ കാര്യം പറയുമ്പോൾ പോസ്കോ എന്നാണ് പറയുന്നത്. പോസ്കോ അല്ല, പോക്സോ. 10 പ്രാവശ്യം പോക്സോ എന്ന് നീ എഴുതി പഠിക്കുക. 10 കൊണ്ടൊന്നും നീ പഠിക്കുമെന്ന് തോന്നില്ല. നീ ഒരു 100 പ്രാവശ്യം പോക്സോ എന്ന് എഴുതി പഠിക്കും. അപ്പം അരുണേട്ടൻ അമ്മച്ചിമാരെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് തന്നെയാണ് അരുണേട്ടൻ്റെ സ്ഥിരം പരിപാടി. അമ്മച്ചിമാരെയും കൊച്ചു കുഞ്ഞുങ്ങളെയും ഒന്നും കണ്ടു കഴിഞ്ഞാൽ അരുണേട്ടൻ വെറുതെ വിടില്ല. അരുണേട്ടനെ പീഡിപ്പിക്കണം. പീഡന വീരനാണല്ലോ. കൊയിലാണ്ടി ഉള്ളേരി ഭാഗത്ത് വിത്തെറിയുന്നത് ഇവനാണെന്നാണ് പരക്കെയുള്ള പൊതു സംസാരം. ഇവൻ്റെ അമ്മയുണ്ടല്ലോ, ഇവൻ്റെ അമ്മ ആ ഭാഗത്തെ പൂരവെടിയാണെന്നാണ് പറയുന്നത്. സത്യവും. ഇത് ഞാൻ പറഞ്ഞതല്ല. നാട്ടുകാർ പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നതാണ്. ആദ്യമൊക്കെ നാട്ടുകാർ മിണ്ടാതിരുന്നത് എന്താണെന്നറിയോ? പേടിച്ചിട്ടാണ്. ഇപ്പം ഞങ്ങൾ കുറേ അമ്മച്ചിമാരെങ്ങനെ മുമ്പിൽ നിൽക്കണ കാരണം നാട്ടുകാരുടെ പേടി അങ്ങ് പോയി. ഇപ്പം അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊയിലാണ്ടിക്കാരും താമരശ്ശേരിക്കാരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ നമ്പർ അന്വേഷിക്കുന്നുണ്ട്. അമ്മച്ചിമാർ മുന്നിൽ നിന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അവർക്കിടെ പേടി അങ്ങ് പോയി. അതുകൊണ്ട് മാമനും മോളും ബജറായിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം അമ്മച്ചിമാർക്ക് അർണേട്ടൻ്റെ വീട്ടിലേക്ക് ഒറ്റക്ക് വരാൻ പേടിയാണെന്ന് വേണമെങ്കിൽ ഞങ്ങൾ കൂട്ടായിട്ട് വരാം. നീ വേണമെങ്കിൽ കൂട്ടായിട്ട് വിളിക്കുക. കൂട്ടായിട്ട് വന്നാൽ നീ പീഡിപ്പിക്കാൻ ശ്രമിക്കുമോ? എന്തായാലും നോക്കാം. കൂട്ടായിട്ടല്ലേ, ഒറ്റയ്ക്കല്ലല്ലോ. അപ്പോൾ എന്തായാലും കൂട്ടായിട്ട് വരുമ്പോൾ വേണമെങ്കിൽ 22 ഫീമെയിൽ കോട്ടയമാക്കി തരാം നിന്നെ. പോരെ? അതാണ് നിനക്ക് വേണ്ടത്. കാരണം നിനക്ക് അതിൻ്റെ സൂക്കേടാണ്. അതങ്ങനെ ചെത്തിക്കളഞ്ഞാൽ പിന്നെ സകല പ്രശ്നവും നിൻ്റെ തീരും. അത് ചെത്താൻ ആളില്ലാത്തത് കൊണ്ടുള്ള വിഷമാണ് നിനക്ക്. ഇങ്ങനെ പോയാൽ മിക്കവാറും ഈ അമ്മച്ചിമാർ തന്നെ ആ 22 ഫീമെയിൽ കോട്ടയം ആക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിന്നെ. പിന്നെ ഉള്ളേരി ഭാഗത്തെ ജനങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് നിൻ്റെ അമ്മ നാട്ടിൽ മുഴുക്കൻ ഓടി നടന്ന് വെടിവെച്ചിട്ടുള്ള ആളാണ്. ഇപ്പം നിൻ്റെ അച്ഛൻ ബാപ്പയുടെ പെടലിക്ക് കയറിനൊക്കെ മുമ്പ് നിൻ്റെ അമ്മ നാട്ടിൽ മുഴുവൻ വെടിവെക്കാനായിട്ട് കൊടുത്ത് ഓടി നടന്നിട്ടുള്ള സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞതല്ല, നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട് വിളിച്ചിട്ട്. കാക്ക വിളിച്ച കൊക്കാവോടെ അരുണേ. പിന്നെ നിൻ്റെ തന്ത അച്ഛൻ ബാപ്പയല്ലാന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത് ഇത്ര മാത്രം. എല്ലാ അമ്മച്ചിമാരും ശ്രദ്ധിക്കുക. ഈ പീഡനവീരൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോവാതിരിക്കും. കാരണം പീഡനവീരന് അമ്മച്ചിമാരാണോ കൊച്ചു കുഞ്ഞുങ്ങളാണോ എന്നൊന്നും നോക്കലില്ല. അങ്ങോട്ട് പീഡനം, അത് തന്നെയാണ് അവൻ്റെ സ്ഥിരം പരിപാടി. തള്ളമാരാണെന്നോ കൊച്ചു കുഞ്ഞുങ്ങളാണെന്നോ ഒന്നും നോക്കാത്ത വെറും വൃത്തികെട്ട നെറുകെട്ട ഒരു പാഴ്ജന്മം എന്ന് പറഞ്ഞാൽ പാഴ്ജന്മാണ്. പട്ടീനോട് ഞാൻ ഉപമിക്കൂല. കാരണം പട്ടിക്ക് വളരെ വലിയ വിലയുണ്ട്. ഗവൺമെൻറ്റും ആളുകളൊക്കെ പട്ടികൾക്ക് കൊടുക്കുന്ന വില കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിത്തെറിക്കും. അമ്മാതിരിയാണ് ജനങ്ങൾ പട്ടികളെ നോക്കുന്നത്. അപ്പോൾ ആ പട്ടികളോട് പോലും ഒരു ഉപമിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായില്ലേ? അത് ഉടായ്പ ഹണി ട്രാപ്പ് ഇപ്പോൾ അവനെ അങ്ങോട്ട് കയറ്റി പാർപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ. അവളുടെ കൂടെ ഒരു മൂക്ക് ചെപ്പിയ സാധനമുണ്ട്. അതിനെയും പീഡിപ്പിക്കുന്നുണ്ടോ എന്നാണ് എനിക്കിപ്പോൾ സംശയം.